ആ പ്ലെയറിൻ്റെ ക്വാളിറ്റി എന്താണ്? കോൺസെൻട്രേറ്റ് ആയിരിക്കണം, ആക്ഷൻ റിയാക്ഷൻ ആയിരിക്കണം, പിന്നെ മൂവ്മെൻറ്റ് വെരി ഫാസ്റ്റ് ആയിരിക്കണം, മൂവ് ചെയ്യണത് വെരി ഫാസ്റ്റ് ആയിരിക്കണം, മേക്കിംഗ് ഡിസിഷൻ വെരി ഫാസ്റ്റ് ആയിരിക്കണം, ക്യുക്കായിരിക്കണം അല്ലേ, സൈക്കോളജിക്കൽ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം പുറത്ത് നിൽക്കുന്ന പ്ലെയേഴ്സുകൾ വളരെ യൂണിറ്റി ഉള്ള ആൾക്കാരാണ്. ഈ യൂണിറ്റി ഇല്ലാതാക്കണമെങ്കിൽ അകത്തുള്ള So what is my topic even today is how to improve your speed with the ball. എങ്ങനെയാണ് നിങ്ങൾ വിത്ത് ബോളായിട്ട് സ്പീഡായിട്ട് പോകാൻ പറ്റും? അതായത് ആ ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിഫൻസ് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യും, കറക്റ്റ് അല്ലേ? ഓൾവേസ് ദർ ബിഹൈൻഡ് someone who is the defender. Defense always try to follow you. For what purpose to follow you? To take a ball from you. അല്ല, കറക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായ സമയത്ത് എത്തണമെങ്കിൽ നിങ്ങൾ ബോളായിട്ട് എന്തായിരിക്കണം? സ്ലോ ആയിട്ട് പോകണോ ഫാസ്റ്റായിട്ട് പോകണോ? എത്ര ഫാസ്റ്റായിട്ട് പോകണം? 100% ഫാസ്റ്റായിട്ട് പോകണോ അത് 99% ഫാസ്റ്റായിട്ട് പോകണോ? 100% നമ്മൾ ഫാസ്റ്റായിട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആ ബോൾ എത്തിക്കാൻ കഴിയുള്ളൂ, കറക്റ്റ് അല്ലേ? പക്ഷെ അതിന് പകരം 99% നമ്മൾ ബോളായിട്ട് ഫാസ്റ്റായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ഡിഫൻസിന് ആ ഒരൊറ്റ ശതമാനം മതി നമ്മുടെ നിന്ന് ബോൾ എടുക്കാൻ, ശരിയാണോ? അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് എത്ര ഫാസ്റ്റ് ആയിരിക്കണം? 100% ആയിരിക്കണം. സോ ദിസ് ഇസ് മൈ ടോപ്പിക് ഇവൻ ടുഡേ. ഓക്കെ, ട്രൈ ടു ഇംപ്രൂവ് യുവർ സ്പീഡ് വിത്ത് ബോൾ. ക്യാരി, ട്രൈ ടു improve your speed with ball, and at the time you have to know that somebody is follow you. Who's that? Defender. Please, defender is always there to take the ball. He is always try to destroy you, so please don't allow to destroy yourself. You have to go very fast. Yeah, that moment should be very fast. Okay, അപ്പോൾ എന്താണ് ഇന്നത്തെ ടോപ്പിക്? എന്താ? How to improve your speed with ball. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഇന്നലെ എന്തായിരുന്നു?